അപ്പോൾ വൈകുന്നേരം ചോറ് ഇച്ചിരി കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതിന് ശേഷമാണ് നമ്മൾ കപ്പ ബിരിയാണി വെക്കാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ അന്ന് വൈകുന്നേരമാണ് ഏട്ടൻ വരുമ്പോൾ നമ്മൾ കപ്പ ചിക്കനും കൂടി കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും കൂടിയിട്ട് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ചിക്കൻ മേടിക്കുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് ഉണ്ടാക്കാൻ വെച്ച് കാവ്യ കപ്പ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നിലയ്ക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എയർ കളഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ചിക്കനിൽ കുറച്ച് കായൊക്കെ പരട്ടി വരച്ച് അതിലേക്കുള്ള പൊടി ഐറ്റംസുകളെല്ലാം കൂടി ഇട്ട് കുറച്ച് തക്കാളി സബോള എല്ലാം കൂടി എല്ലാ പൊടിപ്പടെല്ലാം കൂടെ അതിൽ തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ കപ്പ നല്ല വെന്തുടഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇട്ട് തന്നെ കാവ്യ കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, കപ്പ ഉടച്ചും കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ചൂട് കൈമയ്ക്ക് ഇരിക്കേണ്ട താഴേക്ക് വെച്ചോളും വേണ്ട. അങ്ങനെ താഴെ വെച്ചിട്ട് കപ്പ അങ്ങനെ നന്നായിട്ട് വെച്ചു. നല്ല കപ്പയായിരുന്നു, നല്ല പൊടിയുള്ള കപ്പയായിരുന്നു കേട്ടോ. പക്ഷെ എന്നിട്ട് ആ കുക്കറിൽ വേണം നമുക്ക് കപ്പ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ പിന്നെ നമ്മൾ കുഞ്ഞൻ അയില മറ്റേ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ നല്ല മീൻ, കുഞ്ഞ് ചെറിയ അയില കുട്ടികൾ, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ കറി വെക്കാൻ വേണ്ടി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ചൂട ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ചൂട നമ്മൾ വറക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ കുക്കറിൽ കപ്പ അതാ വെന്ത് ഉടച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുക്കറിൽ വേണം നമുക്കത് ഒഴിവാക്കിയതിന് ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ആ ഉരുളിയിലേക്ക് ഒഴിവാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കഴുകി വൃത്തിയായതിനു ശേഷം നമ്മൾ ചിക്കൻ കായം പറ്റിയത് അതിലിട്ട്. അപ്പോൾ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല, കുറച്ച് വെള്ളം. അപ്പോൾ കപ്പ വെന്തുടഞ്ഞ് സ്ഥിതിക്ക് നല്ല പൊടിയുള്ള കപ്പയായിരുന്നു. അപ്പോൾ അതിലേക്ക് തലേ ദിവസത്തെ മീൻകറി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കപ്പയുടെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അതിലേക്ക് തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു, അത് ഒഴിച്ച് നോക്കി. സംഭവം നല്ല അടാറ് കോമ്പിനേഷനായിട്ടോ. കപ്പയും മീൻകറി ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല പിള്ളേർക്ക് 2 പേർക്കും നന്നായിട്ട് ഇഷ്ടമാണ്. കപ്പ വെറുതെ അങ്ങനെ അവർ കഴിക്കാറില്ല, മീൻകറി ഉണ്ടെങ്കിൽ മാത്രം കപ്പ കഴിക്കും കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമാണ് മീൻകറിയും കപ്പയും കൂടി കഴിക്കാൻ. അപ്പം ഞാനും ഇതേപോലെ അതൊന്ന് കഴിച്ചു നോക്കി. നല്ല പുറത്താണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ തണുപ്പും മഴയും എല്ലാം കൂടിയാകുമ്പോൾ നല്ല കോമ്പിനേഷൻ നല്ല സൂപ്പറായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പാറുക്കുട്ടി വരുന്നത്. അപ്പോൾ പാറുക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാറുക്കുട്ടിക്കും വെച്ച് കൊടുത്തിട്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ കുക്കറിൽ ചിക്കൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉരുളിയിലേക്ക് കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് വെന്ത് കുത്തി ഉടച്ച് അനിയത്തി അടുത്ത് കുത്തി ഉടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അത് രണ്ടും കൂടിയിട്ട് നല്ല കുഴമ്പ് രൂപത്തിലായിട്ട് സംഭവം നല്ല അടാറ് ടേസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് വേറെ ഒന്നും പിന്നെ ഫുഡ് കഴിക്കണമെന്നില്ല, കപ്പ കഴിച്ചെന്നില്ല, നമ്മൾ അത്യാവശ്യം വയറ് നിറയും. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി.